കെ.എസ്. അരുൺകുമാർ ജനങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും കാണുന്നത് എങ്ങനെയാണ്? ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആണ്, ഒരാൾ കോൺഗ്രസ് ആണ്, ഒരാൾ സംഘപരിവാറാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനങ്ങളോട് അതിന്റെ പ്രത്യയശാസ്ത്രത്തോട് അവർക്കൊരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യം ഉണ്ടാവും, ഒരു അഭിനിവേശം ഉണ്ടാകും. അവർ ആ നയത്തെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് ആ പാർട്ടിയാവുന്നു എന്നുള്ളതല്ലേ സാധാരണ നിലയിൽ ജനം കാണുക. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ്? ഒരു ദിവസം ഒരു പാർട്ടി ആയിരുന്ന ആൾ അടുത്ത ദിവസം വേറെ പാർട്ടിയാവുകയാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കണ്ണൂരിലെ ഏറ്റവും വലിയ നേതാവ് ബി.ജെ.പിയുടെ നേതാവ്, സംഘപരിവാറിന്റെ നേതാവ് O.K. വാസുവാണ്. അന്ന് L.K. അദ്വാനി കഴിഞ്ഞാൽ പിന്നെ കണ്ണൂരുകാർക്ക് അറിയുന്ന ഒരു സംഘപരിവാർ നേതാവ് O.K. വാസുവാണ്. അത് നിങ്ങളുടെ പാർട്ടിയിൽ വന്നിട്ട് ഇപ്പോൾ എത്ര കാലമായി? അപ്പോൾ ഈ ഐഡിയോളജി എന്നൊന്നുമില്ല. എവിടെ നിൽക്കണോ, നമുക്ക് കൊള്ളാവുന്ന നിലയ്ക്ക് നിൽക്കാൻ പറ്റുന്നിടത്ത് നിൽക്കുക എന്നുള്ള നിലയിൽ രാഷ്ട്രീയം അങ്ങനെയാണ്. അങ്ങനെ ആക്കിയതിൽ നിങ്ങൾക്കും പങ്കുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാരെ നിങ്ങൾ പാർട്ടിയിൽ എടുക്കും, നിങ്ങളുടെ പാർട്ടിക്കാരെ വേറെ പാർട്ടിയിൽ പോകും. ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതിയല്ലോ. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ സംഘടനാപരമായിട്ടുള്ള പല നടപടികൾ വരുമ്പോൾ മറ്റു പാർട്ടികളിൽ ചേരും. ആ പാർട്ടിയിൽ നിലനിന്ന് പോകാൻ പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ പാർട്ടി വിട്ടു പോകുന്നു, മറ്റു പാർട്ടികൾ ചേരുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്ത് കോൺഗ്രസ് അതേപടി BJP ആയി മാറുന്നതും അതുപോലെ CPM-ന്റെ കഴിഞ്ഞ മുൻനാളുകളിൽ ഉണ്ടായിട്ടുള്ള ശക്തിയിലുണ്ടായിട്ടുള്ള ഒരു കുറവ് ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായതും അത് ഒരേപോലെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ ദീപ്തി മേരി വർഗീസ് ഇവിടെ ആദ്യം പറഞ്ഞത് വാരണാസിയിൽ CPM വിജയിച്ചിരുന്നു, ആ മണ്ഡലം ഇപ്പോൾ BJP വിജയിക്കുന്നു. വാരണാസിയിലൊന്നും ഒരിക്കലും CPM വിജയിച്ചിട്ടില്ല. അവിടെ CPI 1-2 സീറ്റിൽ ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാൺപൂരിൽ CPM ജയിച്ചിട്ടുണ്ട്, വാരണാസിയിലൊന്നും ജയിച്ചിട്ടില്ല. അപ്പൊ ചുമ്മാ നുണയങ്ങ് അടിക്കുകയാണ്. ഏക്കുവാണെങ്കിൽ ഏറ്റു പൊക്കോട്ടെ എന്ന രൂപത്തിൽ തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. 13ഓളം മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇപ്പൊ BJP-യുടെ ഭാഗമായി മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആയിക്കോട്ടെ, മഹാരാഷ്ട്രയിൽ ശക്തിയായിരുന്നു, മുംബൈയിൽ ശക്തിയായിരുന്നു, നമുക്ക് അറിയാം. ആസാമിൽ ശക്തിയായിരുന്നു. ആ ശക്തി ഇപ്പൊ ഇല്ല. പലതരത്തിലുള്ള സാഹചര്യത്തിൽ വർഗരാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം കൂടുതൽ ശക്തമായിട്ട് വന്നപ്പോൾ വർഗരാഷ്ട്രീയം തളർന്നു പോയതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ആ വിഷയം ഇപ്പൊ ചർച്ച ചെയ്യേണ്ടപ്പെടേണ്ട വിഷയമല്ല. ഇപ്പോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന 13 പേർ പോയി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നവർ തന്നെ BJP-യുടെ മുഖ്യമന്ത്രിയായി മാറിയത് നാം കണ്ടല്ലോ. ഇപ്പൊ ആസാം, അതുപോലെ തന്നെ മണിപ്പൂർ, അതുപോലെ ത്രിപുര, അതുപോലെ അരുണാചൽ പ്രദേശിൽ എന്താണ് 45 MLA-മാരുമായി പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി പ്രേമ ഖഡ്ഡു പറയുകയാണ്, ഇതുവരെ ഞാൻ കോൺഗ്രസ് ആണ്, ഇനി മുതൽ ഞങ്ങൾ BJP ആണ് എന്ന് പറഞ്ഞു പോകുന്ന സാഹചര്യം. അതുപോലെ നേതാക്കന്മാരുടെ വലിയ ഒഴുക്ക് ഏറ്റവും ഗൗരവത്തോടെ രാജ്യം ചർച്ച ചെയ്യുകയാണ് ഇന്ന് അജയ് കപൂറിന്റെ കാര്യം. അജയ് കപൂറിനെ സാക്ഷാൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകുന്നവരെ കണ്ടുപിടിപ്പിക്കാനും അവരെ പിന്തിരിപ്പിക്കാനും ഉണ്ടാക്കിയ 6-അംഗ സമിതിയുടെ കൺവീനറാക്കി. ആ കൺവീനർ തന്നെ ഇപ്പൊ BJP ആയി പോയി. ചിലവരെ അമ്പലത്തിൽ കൊണ്ടുപോയി സത്യം ചെയ്യിച്ച് ഒരിക്കലും BJP പോകില്ല എന്ന് പറഞ്ഞ് പുറത്തു വന്ന ചിത്രത്തിൽ രാഹുൽ ഗാന്ധി ഒഴിച്ചു ബാക്കി എല്ലാവരും, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ BJP ആയി മാറിയത് നാം കാണുകയാണ്. ഇന്നലെ മിനിങ്ങാന്നുമായി 25 പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഗുജറാത്തിൽ BJP ആയി മാറിയത്. ആ ഒരു സാഹചര്യത്തിൽ വലിയ ഒഴുക്കുണ്ടാകുന്നു. അതിന്റെ കാരണം കണ്ടെത്തി പരിഹരിക്കേണ്ടത് കോൺഗ്രസ് തന്നെയല്ലേ? ഒരിക്കലും കോൺഗ്രസ് BJP ആയി മാറണമെന്നോ കോൺഗ്രസ് നശിക്കണമെന്നോ ഒരു മതനിരപേക്ഷ പാർട്ടി എന്ന രൂപത്തിൽ കോൺഗ്രസ് അസ്തമിച്ചു കാണണമെന്നോ ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ. ED-യെ ശരിക്കും ഭയപ്പെടുത്തുന്നുണ്ട്. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. വിടാതിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ED വരുമെന്ന് ലോകസഭയിൽ തന്നെ മീനാക്ഷി ലേഖി പറഞ്ഞ വാചകം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ED ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന രൂപത്തിൽ ഏറ്റവും തരംതാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ മറിച്ച് ക്യാമ്പയിൻ നടത്തി തങ്ങളുടെ പ്രവർത്തകരെ ഏറ്റവും ജാഗ്രതയോടെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനില്ലേ? ആ കോൺഗ്രസ് എന്തുകൊണ്ട് അത് നിർവഹിക്കുന്നില്ല? ഇപ്പൊ ED പ്രതിപക്ഷ ഈ രാജ്യത്ത് അവസാനത്തെ ഒരു വർഷം അവർ 126 നേതാക്കന്മാർക്കെതിരെ കേസെടുത്തു. 119 പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരാണ്. അതായത് 96% കേസും പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരാണ് എടുത്തിരിക്കുന്നത്. കള്ളപ്പണം കണ്ടെത്തി എന്ന് പറഞ്ഞ് ED കണ്ടെത്തിയതായി വന്ന വാർത്തയിൽ 1% പണം പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ EDക്ക് ഈ കോടതിയിൽ കഴിഞ്ഞിട്ടില്ല. അതുപോലെ അവസാനമായി ED കണ്ടെത്തിയ 5422 കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് 0.54%. 23 കേസുകൾ മാത്രമാണ് തെളിയിച്ചത്. 100 കേസെടുക്കുമ്പോൾ ഒരു കേസ് പോലും തെളിയിക്കാൻ കഴിയാത്ത ഏജൻസിയായി ED. പക്ഷെ ഈ ED-യെ കാണുമ്പോഴേക്കും ഇങ്ങനെ ഭയപ്പെട്ട് പോകുന്നവരായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാറുന്നത് എന്തുകൊണ്ടാണ്? അത് കോൺഗ്രസ് ആണ് ഗൗരവത്തിൽ പരിശോധിക്കേണ്ടത്. അങ്ങനെ പോകുമ്പോൾ CPM ഇന്ന് പോയില്ലേ, ഇതിന്റെ പിന്നിൽ CPM ആണെന്ന് പറയുകയാണ്. പത്മജ വേണുഗോപാൽ പോയപ്പോ CPM-ന്റെ സഖാവ് പിണറായി വിജയനാണ് അതിന്റെ പിന്നിൽ എന്ന് ശ്രീ VD സതീശൻ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയാണ്. ഇനി കേരളത്തിൽ 4 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ 3 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളും BJP-യിൽ പോയി.
ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ, അതുപോലെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി, അതുപോലെ ഇപ്പൊ പത്മജ വേണുഗോപാൽ, ഇനി ഒരാളെ പോകാനുള്ളൂ, അത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അപ്പൊ ഇത്തരത്തിൽ ഗൗരവമായിട്ടുള്ള വിഷയം ചർച്ച ചെയ്യേണ്ടേ? അത് ആരാ ചർച്ച ചെയ്യേണ്ടത്? കോൺഗ്രസ് തന്നെയല്ലേ അതിന് പരിഹാരം കാണേണ്ടത്? കോൺഗ്രസ് BJP ആയി മാറുന്നു എന്നുള്ള ഗൗരവമായ വിഷയവും പല വീശി കാത്തിരിക്കുന്നവരാണ് BJP എന്നും നാളെ മുൻ മന്ത്രിമാരടക്കം വരുമെന്ന് പത്രക്കാർക്ക് ചോർത്തി കൊടുക്കുന്ന സാഹചര്യമുള്ളപ്പോൾ ഗൗരവത്തോടെ അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം കാണിക്കേണ്ടത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആദ്യം കോൺഗ്രസ് ആയി മാറുക. CPM-നെ പിന്നെയും കുറ്റം പറയാമല്ലോ, പക്ഷെ നിങ്ങളുടെ ഞങ്ങളുടെ തലയിലേക്ക് വെക്കേണ്ട.